ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോഹങ്ങളും അലോഹങ്ങളും ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോഹനാശനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊക്കെ അലൂമിനിയം പാത്രം, ഇരുമ്പ് പാത്രം ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ മറ്റേതിനേക്കാളും സ്റ്റെയിൻലെസ് സ്റ്റീലിന് കൂടുതലുള്ളത് കൊണ്ടായിരിക്കുമല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ടാവുക. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? ഇരുമ്പിൻ്റെ ഒരു ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹസങ്കരം എന്താണ്? ലോഹങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്തിട്ട്, ഒന്നും അതിൽ കൂടുതൽ ലോഹങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അല്ലെങ്കിൽ ലോഹങ്ങളെ അലോഹങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നതാണ് ലോഹസങ്കരങ്ങൾ. അങ്ങനെ ഇരുമ്പിന് മറ്റ് ലോഹങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം ഇതിന് മറ്റേതിനേക്കാളും കൂടുതൽ നല്ല സവിശേഷതകളുണ്ട്. ഇരുമ്പിനേക്കാളും കൂടുതൽ നല്ല സവിശേഷതകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലോഹനാശനത്തെയൊക്കെ കൂടുതലായിട്ട് ചെറുക്കാനായിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന് കഴിവുണ്ട്. അപ്പം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുന്ന സമയത്ത് അതിൽ ലോഹങ്ങൾ കൂടാതെ കാർബൺ, ഫോസ്ഫറസ്, ഈ അലോഹങ്ങളും കൂടി ചേർത്തിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതും കൂടെ ചേർത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിൽ സവിശേഷതകളോട് കൂടിയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് നമുക്ക് കിട്ടുക. ഒരു എക്സാമ്പിൾ നമ്മൾ ലോഹസങ്കരത്തിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ പറഞ്ഞു. മറ്റൊരു എക്സാമ്പിളാണ് പിച്ചള. മറ്റൊരു എക്സാമ്പിളാണ് വെള്ളോട് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്ന പദാർത്ഥം. ഇതൊക്കെ ലോഹസങ്കരങ്ങളാണ്. ലോഹസങ്കരങ്ങൾക്ക് ലോഹങ്ങളെക്കാളും കൂടുതൽ ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല നല്ല ഗുണങ്ങളും കൂടുതലായിട്ട് ഉണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആറന്മുള കണ്ണാടിയെ കുറിച്ചാണ്. കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വസ്തുവാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ആറന്മുള പ്രദേശത്ത് മാത്രം പ്രത്യേകമായിട്ട് നിർമ്മിക്കുന്ന മറ്റ് നമ്മുടെ ഭൗമസൂചിക പദവിയൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു പദാർത്ഥമാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആറന്മുള കണ്ണാടി ഇത് വളരെ ലോകപ്രസിദ്ധമാണ്. ഇത് നിർമ്മിക്കുന്നത് ഒരു ലോഹസങ്കരം ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ കണ്ണാടി എന്ന് പറയുമെങ്കിൽ കൂടി ഗ്ലാസ് കൊണ്ടല്ല ഇത് നിർമ്മിക്കുന്നത്. കോപ്പറും ടിന്നും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രത്യേക ലോഹസങ്കരം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. കോപ്പർ, ടിന്ന് എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത് ഗ്ലാസ് പോലെ കണ്ണാടി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കുള്ള കണ്ണാടി പോലെ തന്നെ കിട്ടും, പക്ഷെ ഗ്ലാസ് ഉപയോഗിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ കൈകൾ ഉപയോഗിച്ചാണിത് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കുന്നില്ലെങ്കിൽ കൂടി കണ്ണാടി പോലെ തന്നെയാണ് പ്രകാശത്തെ പ്രതിഫലിക്കാൻ കഴിയുന്നു. അതാണ് ആറന്മുള കണ്ണാടി. ഇനി ലോഹനാശം തടയാനുള്ള മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇനി മാർഗങ്ങളുണ്ടോ? നോക്കാം. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുരുമ്പുണ്ടായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ, തുരുമ്പ് ഉണ്ടായ ആ ഭാഗങ്ങൾ പാളികളായിട്ട് ഇളകിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു വസ്തു പൂർണ്ണമായിട്ടും നശിച്ചു പോകും. ഇങ്ങനെ തുരുമ്പിച്ച് പാളികളായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഇളകിപ്പോയിട്ട് നശിച്ചു പോകും. ഇരുമ്പിൻ്റെ കേസിൽ അങ്ങനെയാണ്. പക്ഷേ അലൂമിനിയം, കോപ്പറും ആവുന്ന സമയത്ത് അങ്ങനെയല്ല. അലൂമിനിയം, കോപ്പറും അന്തരീക്ഷ വായുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ലോഹനാശം പൂർണ്ണമായിട്ടില്ല. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഉപരിതലത്തിൽ അവിടെ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഓക്സൈഡിൻ്റെ ഒരു ലെയർ അതിൻ്റെ മേലെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് അവിടെ ലോഹനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ആവരണമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഇത് സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പറിൻ്റെ കേസിൽ കോപ്പറിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ക്ലാവ് എന്ന് പറയുന്നത് രാസപരമായിട്ട് പറയുകയാണെങ്കിൽ ബേസിക് കോപ്പർ കാർബണേറ്റ് എന്ന് പറയുന്ന സംയുക്തമാണ്. അപ്പോൾ അതും അവിടെ ഉണ്ടാകുന്ന സമയത്ത് അതൊരു ആവരണമായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലാവ് പിടിക്കാണ്ടിരിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. പക്ഷേ തുരുമ്പിൻ്റെ കേസിൽ തുരുമ്പ് അവിടെ ഒരാവരണമായിട്ടുണ്ടെങ്കിൽ കൂടി അതിലിങ്ങനെ സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്
ആ സുഷിരങ്ങളിൽ കൂടെ ബാക്കി ഭാഗവും കൂടി അന്തരീക്ഷവായുമായിട്ട് സമ്പർക്കത്തിൽ വരികയും അതിനൂടെ തുരുമ്പ് പിടിക്കുകയും അതിനൂടെ നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങളെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലും കുറേയധികം ലോഹങ്ങളുണ്ട്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഈ ലോഹങ്ങളുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. ഏതൊക്കെ ലോഹങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക്. അപ്പം ഈ ലോഹങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലോഹങ്ങളാണ്. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ ലോഹങ്ങൾ കാണപ്പെടുന്നത്? ഉദാഹരണത്തിന് ഹീമോഗ്ലോബിൻ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജനെ ശരീരകോശങ്ങളിൽ എത്തിക്കാനും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിൽ എത്തിക്കാനും സഹായിക്കുന്ന തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ സാന്നിധ്യം ഈ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽഷ്യം. കാൽഷ്യത്തിൻ്റെ ആവശ്യകത എന്താണ്? കാൽഷ്യം എല്ലിനും പല്ലിനും ബലം കിട്ടാനായിട്ട് കാൽഷ്യം ആവശ്യമാണ്. ഇതുകൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽഷ്യം ആവശ്യമാണ്. അപ്പം ഈ ലോഹങ്ങളൊന്നും ശരീരത്തിൻ്റെ ഉള്ളിൽ നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ഈ ലോഹങ്ങളെ ശരീരത്തിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ലോഹങ്ങളും അലോഹങ്ങളും ചാപ്റ്ററിൽ ഉള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിലയിരുത്താം സെക്ഷനാണ്. വിലയിരുത്താം സെക്ഷനിലെ ചോദ്യങ്ങളാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ ചോദ്യം, ഇവിടെ 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മാച്ച് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ ലോഹത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ സവിശേഷതയാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ പ്രതീകമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓരോ ലോഹം നോക്കുക, അതിന് മാച്ചിങ് ആയിട്ടുള്ള സവിശേഷത കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രതീകം. അപ്പം വെള്ളി ഏതാണ്? ഉയർന്ന ഡക്റ്റിലിറ്റി ആണോ? ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി ആണോ? ഉയർന്ന വൈദ്യുതചാലകതയാണോ? വെള്ളി ഉയർന്ന വൈദ്യുതചാലകതയാണ്. വെള്ളിയുടെ പ്രതീകം Ag ആണ്. അടുത്തായിട്ട് പ്ലാറ്റിനം ഏതാണ്? ഉയർന്ന ഡക്റ്റിലിറ്റി ആണോ? ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി ആണോ? ഉയർന്ന വൈദ്യുതചാലകതയാണോ? ഉയർന്ന ഡക്റ്റിലിറ്റിയാണ് പ്ലാറ്റിനത്തിൻ്റെ പ്രതീകം Pt. ഇനി അടുത്തായിട്ട് സ്വർണം ഏതാണ്? ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റിയാണ് സ്വർണത്തിൻ്റെ പ്രതീകം Au. അപ്പം ഉയർന്ന വൈദ്യുതചാലകത വെള്ളിക്കാണ്, ഉയർന്ന ഡക്റ്റിലിറ്റി പ്ലാറ്റിനത്തിനാണ്, ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി സ്വർണത്തിനാണ്. പിന്നെ അതേപോലെ അതിൻ്റെ പ്രതീകങ്ങളും കൃത്യമായിട്ട് യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം, ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. കാൽഷ്യം, മെർക്കുറി, ഗാലിയം, ചെമ്പ്, വെള്ളി. ഇവയിൽ നിന്നും ചുവടെയുള്ള സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്തെഴുതുക. എ. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാകുന്നു. ക്ലാവ് ഏതിലാണ്? കോപ്പറിലാണ്, ചെമ്പിലാണ്. ബി. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് ഏതാണ്? വെള്ളിയാണ്. കൈവെള്ളിയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ്. അതേതാണ്? ഗാലിയമാണ്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. അതേതാണ്? മെർക്കുറിയാണ്. എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതേതാണ്? കാൽഷ്യമാണ്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം, ഏതാനും ലോഹങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവയുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങളും അവയ്ക്ക് അനുസൃതമായ സവിശേഷതകളും കണ്ടെത്തി പൂർത്തീകരിക്കും. ലോഹം, ഉപയോഗം, സവിശേഷത. ലോഹം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഉപയോഗം ഒന്നല്ല 2 ഉപയോഗങ്ങളും അതിന് ഹെൽപ്പ് ചെയ്യുന്ന സവിശേഷതയും നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ചെമ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്? ഒന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് താപചാലകതയാണ്. പിന്നെ നമ്മൾ ചെമ്പ് വൈദ്യുത കമ്പികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വീട്ടിലേക്കുള്ള വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള വൈദ്യുത കമ്പികൾ, അവിടെ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷത എന്താണ്? വൈദ്യുത ചാലകതയാണ്. ഇനി സ്വർണം നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് സ്വർണം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ മാലിയബിലിറ്റിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡക്റ്റിലിറ്റിയും ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ സ്വർണം നമ്മൾ കോയിനുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എന്താണ് മാലിയബിലിറ്റിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ വരുന്നത് അലൂമിനിയം പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വൈദ്യശാലകത, പിന്നെ അതും വൈദ്യകമ്പികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്കുള്ള വയറിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷത വൈദ്യശാലകതയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇരുമ്പ് പറയുന്ന സമയത്ത് ഇരുമ്പ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇരുമ്പും പാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന സവിശേഷത ഒന്ന് താപചാലകതയാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മാലിബിലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇരുമ്പ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ, ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അവിടെ ഉപയോഗപ്പെടുന്ന സവിശേഷ കാഠിന്യമാണ്. അടുത്തായിട്ട് വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഉപയോഗപ്പെടുത്തുന്നത് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയുമാണ്. മറ്റൊരു കാര്യമാണ് തിളക്കം കൂടെ നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, സ്വർണത്തിൻ്റെ കേസിലാണെങ്കിലും. പിന്നെ സിൽവർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വൈദ്യുതി സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഉപകരണമുണ്ട്, അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയുടെ ഉയർന്ന വൈദ്യചാലകതയാണ്. വെള്ളിക്ക് വളരെ ഉയർന്ന വൈദ്യചാലകതയാണ് ഉള്ളത്. 4ാമത്തെ ചോദ്യം നോക്കാം. ഒരു ബീക്കറിൽ എ എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയും മറ്റൊരു ബീക്കറിൽ ബി എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയും എടുത്തിരിക്കുന്നു. ഇപ്പോൾ 2 ബീക്കറുണ്ട്. ആദ്യത്തെ ബീക്കറിൽ എ എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയാണ്. രണ്ടാമത്തെ ബീക്കറിൽ ബി എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയാണ്. ഇവയിൽ അസിഡിക് സ്വഭാവമുള്ള ലായനിയും ബേസിക് സ്വഭാവമുള്ള ലായനിയും എങ്ങനെ തിരിച്ചറിയാം? ഒന്ന് അസിഡിക് സ്വഭാവമുള്ള ലായനിയാണ്, മറ്റേത് ബേസിക് സ്വഭാവമുള്ള ലായനിയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ തിരിച്ചറിയാവുന്നത്? അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കുക. അപ്പം ഏതാണോ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന ലായനി അത് ബേസിക് ലായനിയും, ഏത് ലായനിയാണോ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് അത് അസിഡിക് ലായനിയും ആയിരിക്കും. ഈ മൂലകങ്ങളിൽ ലോഹം ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്തുകൊണ്ട്? അപ്പം ഏത് ലായനിയാണ് ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ലോഹം. അപ്പം ഏത് ലായനിയാണോ ബേസിക് സ്വഭാവമായിട്ടുള്ളത് അത് ലോഹത്തിൻ്റെ ഓക്സൈഡ് ലായനിയാണ്. അപ്പം മേലെ നമ്മൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ചെയ്ത സമയത്ത് ഏത് ലായനിയാണ് ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബേസിക് ആയിട്ടുള്ള ലായനി. അപ്പം ബേസിക് ആയിട്ടുള്ള ലായനി ഫോം ചെയ്യുന്നത് ലോഹമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ലോഹങ്ങൾ ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ ബേസിക് ആണ്. ലോഹങ്ങൾ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഓക്സൈഡ്സ് ബേസിക് സ്വഭാവമുള്ളവയാണ്. അപ്പം നമ്മൾ വിലയിരുത്താം സെക്ഷനിൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും.